കറൻസിയുടെ ചരിത്രത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറെ കൗതുകമുണർത്തുന്ന ഒരു ഏടുണ്ട്. നമ്മളിൽ പലരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലത്ത് ഇന്ത്യയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കറൻസി നോട്ടുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഇന്ന് വരെ അച്ചടിച്ച ഏറ്റവും ഉയർന്ന മൂല്യമുള്ള നോട്ട് 10,000 രൂപയുടേതായിരുന്നു. ഇന്ന് ഈ നോട്ട് പ്രചാരത്തിലില്ലെങ്കിലും ചരിത്രത്തിൽ 2 തവണ ഈ വലിയ നോട്ട് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ കഥകളിലേക്ക് ഒന്ന് പോവാം. ആദ്യമായി 10,000ന്റെ നോട്ട് അച്ചടിക്കുന്നത് 1938 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതുതായി രൂപീകൃതമായ സമയമായിരുന്നു. വലിയ സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നോട്ട് പുറത്തിറക്കിയത്. എന്നാൽ ഈ നോട്ടിന്റെ ആയുസ് അധികം നീണ്ടില്ല. 1946 കള്ളപ്പണം ഒളിപ്പിക്കുന്നത് പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ നോട്ട് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൽ സർക്കാർ ഇത് നിരോധിച്ചു. കഥ അവിടെ തീർന്നില്ല. വർഷങ്ങൾക്കു ശേഷം 1954 10,000ന്റെ നോട്ട് വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴും ലക്ഷ്യം പഴയതു തന്നെയായിരുന്നു, വലിയ വ്യാപാര ഇടപാടുകൾ എളുപ്പമാക്കുക. പക്ഷെ വീണ്ടും ആശങ്കകൾ ഉയർന്നു. സാധാരണ ജനങ്ങൾ ഈ നോട്ട് ഉപയോഗിക്കുന്നില്ല എന്നും സമ്പന്നരും കള്ളപ്പണം സൂക്ഷിക്കുന്നവരും മാത്രമാണ് ഇതിന്റെ പ്രധാന ഉപയോക്താക്കൾ എന്നും സർക്കാരിന് ബോധ്യപ്പെട്ടു. ഒടുവിൽ 1978 ഇന്ത്യൻ സർക്കാർ 10,000ന്റെ നോട്ട് എന്നേക്കുമായി വിരാമമിട്ടു. അന്ന്